ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും തടയാൻ ലക്ഷ്യമിടുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന് ലോക്സഭയിലെത്തും. ചോദ്യപേപ്പർ ചോർത്തിയാൽ തടവ് ശിക്ഷ 10 വർഷം വരെയാക്കാനും 10 കോടി രൂപ പിഴ ചുമത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും സ്ഥാപിക്കും. പ്രതിപക്ഷം ചർച്ചയിൽ സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് പലകുറി ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നന്ദഗോപൻ. ഇപ്പോഴിതാ മറ്റൊരു ചരിത്ര ബിൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നന്ദൻ. പ്രജിത്ത, ഇന്നൊരു ചരിത്ര നിമിഷമെന്ന് വേണം വിലയിരുത്താൻ. രാജ്യത്തിൻ്റെ ഭാവി തലമുറയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബില്ല് സർക്കാർ ഇന്നിപ്പോൾ സഭയിൽ വെക്കുന്നു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അതായത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ ബില്ല്. ചോദ്യപേപ്പർ ചോർന്നാൽ അതിന് കാരണക്കാരായവർക്ക് 10 വർഷം വരെ കഠിന തടവും അതേപോലെ തന്നെ 10 കോടി രൂപ വരെ പിഴയും ശിക്ഷ നൽകാവുന്ന ഒരു ഭേദഗതി ബില്ലാണ് ഇതിപ്പോൾ സഭയിൽ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രഖ്യാപനം ഇതിനോടകം തന്നെ കഴിഞ്ഞു. എല്ലാ സെഷൻസ് കോടതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഫാസ്റ്റ് ട്രാക്ക് കോടതികളും പ്രവർത്തിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. 3 മാസത്തിനകം തന്നെ ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന വിധമാകും ഈ ഭേദഗതി വരുത്തുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതേസമയം ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും. അതായത് സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 20-ാം തീയതി സഭാ നടപടികൾ ആരംഭിച്ച അല്ലെങ്കിൽ മൺസൂൺ സമ്മേളനം ആരംഭിച്ച അന്നു മുതൽ പ്രതിപക്ഷം സഭാ നടപടികൾ അകാരണമായി തടസ്സപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഇന്നും പ്രതിപക്ഷം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമെന്ന് വേണം അനുമാനിക്കാൻ. ഇതിനോടകം തന്നെ പ്രതിപക്ഷം അഡ്ജേൺ മോഷൻ ആയിട്ടുള്ള 0 അവറിലേക്ക്, അതായത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ സഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും ആ നോട്ടീസ് പരിഗണിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്നും സഭാ നടപടികൾ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷമാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ഇനി ഒരു കാരണവശാലും രാജ്യത്തെ ഭാവി തലമുറയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചുകൊണ്ട് പന്താടാൻ ഒരു കാരണയും അനുവദിക്കില്ല എന്നുള്ളതാണ്. ചോദ്യം ചോർത്തുന്നവർക്കും അത് ചോർത്തി വാങ്ങുന്നവർക്കും ഒരേപോലെ ശിക്ഷ ഉറപ്പാക്കുന്നതാണ് ഈ ഭേദഗതി ബില്ല് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇനി രാജ്യത്ത് ഒരാളും ഇത്തരം ചോദ്യങ്ങൾ ചോർത്തുവാൻ വേണ്ടി മുതിർന്നാൽ 10 കോടി രൂപ വരെ പിഴ നൽകേണ്ട ശിക്ഷ, 10 വർഷം വരെ കഠിന തടവ് അനുഭവിക്കേണ്ട ശിക്ഷ, അതാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പുതിയ ഭേദഗതിയായി എത്തുന്നത്. പ്രജിത്ത്. ഓക്കെ നന്ദൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര പ്രധാനപ്പെട്ടൊരു നിയമനിർമ്മാണം വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കോലാഹലങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിനുശേഷം അതൊരു വ്യവസ്ഥയായി മാറാൻ പോകുമ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും പതിപോലെ ഇന്ത്യ സഖ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളമാണ് ഈ വിഷയത്തിൽ എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും